നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ നിന്നും നേരെ നമ്മൾ പോകുന്നത് മുംബൈയിൽ നിന്ന് നമ്മൾ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് എയർ ഇന്ത്യയിലാണ് നമ്മുടെ യാത്ര. ഇപ്രാവശ്യം ഒരു 20 ദിവസത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സാധാരണ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ 4-5 ദിവസം നിൽക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന പുതിയ ഈ യാത്രയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. എയർ ഇന്ത്യക്കാണ് പോകുന്നത്. എയർ ഇന്ത്യ റിയാദ് മുംബൈ ടു കൊച്ചിനാണ് നമ്മളുടെ ഫ്ലൈറ്റ്. നമ്മളങ്ങനെ ഒരു 30 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും ട്രാവൽ ചെയ്യുകയാണ്. നേരത്തെ തന്നെ എത്തിയെങ്കിലും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഫാമിലി അവർ പ്രത്യേകം വിളിച്ച് ചെക്ക് ഇൻ ചെയ്യിപ്പിച്ച് നമ്മളെ വിട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും ക്യൂവിൽ നിൽക്കേണ്ടി വന്നേനെ. അവരെന്തോ ഫാമിലിക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മളെ വിളിച്ച് പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യിച്ച് ബോർഡിംഗ് പാസും തന്ന് വിട്ടു. നമുക്കിനി നേരെ ഇമിഗ്രേഷനിലോട്ടാണ് പോകുന്നത്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മുടെ മെയിൻ ലഗേജിനകത്ത് ബാറ്ററി ഉണ്ടോ അതുപോലെ തന്നെ ടോർച്ച് ഉണ്ടോ എന്നൊന്നും സാധാരണ ചോദിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും അവർ ചോദിക്കുന്നുണ്ട്, ടോർച്ച് ഉണ്ടോ ബാറ്ററി ഉണ്ടോ എന്നൊക്കെ. അതെന്താണ് റീസൺ എന്നറിയില്ല. ഇനിയിപ്പം ടോർച്ചും ബാറ്ററിയൊന്നും മെയിൻ ലഗേജിനകത്ത് ഇടാൻ പറ്റില്ലേ, എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരോടും നമ്മൾ ആ ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്കും ഇവർ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിപ്പോൾ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നൊരു സൂചന പോലെ തോന്നുന്നു, അറിയില്ല. രാവിലെ 3 മണി, വെളുപ്പിനെ 3-3:30 മണിയായി. നല്ല തിരക്കുണ്ട് എയർപോർട്ടിനകത്ത് അത്യാവശ്യം ഈ സമയമായിട്ടും. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകുന്ന പാസഞ്ചേഴ്സ് ആയിരിക്കും നമ്മളെപ്പോലെ മോസ്റ്റ്ലി എല്ലാവരും. ആസ് യൂഷ്വൽ നമ്മൾ വന്നിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇന്നത്തെ ഇമിഗ്രേഷൻ വളരെ ഇതായിരുന്നു. ആദ്യം ഈ ഗേറ്റ് വന്നിട്ട് സ്റ്റക്കായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മെയിൻ ഓഫീസിൽ പോയിട്ട് അതവർ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് അവർ നമുക്ക് ഈ ഗേറ്റിൽ കൂടെ പിന്നെ നമ്മളെ ഉള്ളിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇമിഗ്രേഷൻ ക്ലിയറപ്പ് ആയത്. എന്തോ സിസ്റ്റം ഡൗൺ ആയിപ്പോയെന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി അതുവഴി ക്രോസ് ചെയ്ത് ഇനി അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം. ഫ്രീ ഷോപ്പിൽ നമ്മളങ്ങനെ തിരിച്ചിവിടെ വന്ന് ടിം ഹോട്ടൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു കോഫി മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2 പെർഫ്യൂം വാങ്ങി. ഇത് 100 ml ആയതുകൊണ്ട് ചിലപ്പോൾ അവന്മാർ അടുത്ത ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് എടുത്ത് കളയാം. അതുകൊണ്ട് 100 ml വരെ കുഴപ്പമില്ല, എന്നാലും പറയാൻ പറ്റത്തില്ല. കുവൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവന്മാരെടുത്ത് കളയും, എന്നിട്ട് പറയും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ബോംബെയിൽ ആ പ്രശ്നം ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ കവറിനകത്ത് പാക്ക് ചെയ്ത് മേടിച്ചു. ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. നമുക്കൊരു 2-3 മണിക്കൂർ ഉണ്ട്. ലോഞ്ചിൽ വേണേൽ പോവാം, പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ലോഞ്ചിൽ ചെന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇത് കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. ഇനിയുണ്ട് നമുക്കൊരു 2 മണിക്കൂറൂടെ. 7:15 ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 5 മണി ആയതേ ഉള്ളൂ. ഗൈസ്, നമ്മൾ ടിം ഹോട്ടനിൽ നിന്ന് ഒരു കോഫി, ഒരു കപ്പച്ചീനോ വാങ്ങി. ഇതിൻ്റെ വില 27 റിയാലാണ്. ദാറ്റ് മീൻസ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, ഒരു 550 രൂപയോളം വരും. 27 റിയാൽ എന്ന് പറയുമ്പോൾ ഇതൊരു 18 റിയാലിൽ 16 റിയാലിലൊക്കെ കിടന്ന സംഭവം എയർപോർട്ടിൽ ഇപ്പം 27 റിയാൽ. മുടിഞ്ഞ വില. ഇതൊക്കെ കുടിക്കുന്നവനെ സമ്മതിക്കണം. നമ്മളെന്തായാലും മേടിച്ചു പോയില്ലേ, കുടിക്കാം. സ്റ്റാർബക്സ് ഇതിലും കുറച്ചുകൂടെ വില കുറവുണ്ട്, എന്നാലും 23 റിയാൽ അതിനുമുണ്ട്.
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് റൺവേയിലോട്ട്. ഇവിടെ റിയാദിൽ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രിഡ്ജുണ്ട്, റോഡ് ക്രോസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മെയിൻ റൺവേയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ റോഡിൽ കൂടെ വരുമ്പോൾ കാണാം നമ്മുടെ മേളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. മിക്കവാറും നമുക്ക് കാണാൻ പറ്റും. റിയാദിലുള്ള ആൾക്കാർക്കത് മനസ്സിലാവും, അത് കണ്ടിട്ടുള്ളവരായിരിക്കും എല്ലാവരും. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ടേക്ക് ഓഫ് ആകാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നു. നമ്മൾ ഓൾറെഡി ഇപ്പം ടേക്ക് ഓഫ് ആയി. ഇനി നമുക്ക് മുംബൈ എയർപോർട്ടിൽ ലാൻഡിങ് കാണാം. അങ്ങനെ നമ്മുടെ യാത്ര ഏതാണ്ട് 4.5 മണിക്കൂർ കാര്യമായിട്ടൊന്നും ഫ്ലൈറ്റ് ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞ് നമ്മൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഒരു റീജിയനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് കുറച്ച് റഫാണ് ഇപ്പോൾ, കാര്യം കാറ്റുണ്ട്. അതുപോലെ തന്നെ മേഘത്തിനിടയിൽ കൂടെ പോകുമ്പോഴെപ്പോഴും ഒരു ടെർബുലൻസ് ഫീൽ ചെയ്യും. നമ്മൾ ഇപ്പോൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ലാൻഡിങ് ടൈം ഓൺ ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ എയർ ഇന്ത്യ ഇൻ്റർനാഷണലിൽ പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് മിക്കവാറും യാത്രക്കാർ അനുഭവിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ എന്നൊക്കെ എയർ ഇന്ത്യ യാത്ര ചെയ്തോ അന്നൊന്നും യാതൊരു പ്രശ്നങ്ങളും എയർ ഇന്ത്യ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ലാൻഡ് കഴിഞ്ഞ് കാണാം. ഓക്കേ. അങ്ങനെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡായി. നല്ല മഴക്കോള് കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലാവുകയും മഴ കാരണം ഇവിടെ എല്ലാം വെള്ളമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ബെറ്ററായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും ഇവിടെ എല്ലാം ഒരു മഴക്കോള് തന്നെ. ഫ്ലൈറ്റ് ആഫ്റ്റർ 3.5 hours പിന്നെ ലഗേജ് എടുത്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് അപ്പുറം കൊണ്ട് ഇട്ടിട്ട് വേണം നമുക്ക് അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകാൻ. ബയോമെട്രിക്കിൻ്റെ ഇങ്ങനെ
ക്വിക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പോകാൻ ഓൺലൈനിൽ കൂടെ ബയോമെട്രിക് നമുക്ക് രജിസ്റ്റർ എല്ലാം ചെയ്തിട്ട് ഈ ഗേറ്റിൽ കൂടെ ഔട്ടായി പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതിനുള്ള മെഷീൻസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 3-4 എയർപോർട്ടോ അതോ ഇത്ര എയർപോർട്ടുകളിൽ കൊച്ചിയിലും ഉണ്ടെന്ന് തോന്നുന്നു ഈ ഗേറ്റ് സംവിധാനം. അതിൽ കൂടി നമുക്ക് ക്യൂ നിൽക്കാതെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പോകാം. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെത്തി. നമ്പർ 7 ആണ് നമ്മളുടെ ലഗേജ് വരുന്ന ബെൽറ്റ്. 7 വരും. നമ്മുടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരെണ്ണം എത്തി ഇവിടെ. ഇനി അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സംടൈം ഒരെണ്ണം വരും, പിന്നെ അടുത്തത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരും. അങ്ങനെയാണ് പതിവ്. നോക്കാം. നമുക്കിനി ഇവിടെ 2-3 മണിക്കൂറുണ്ട്. പെട്ടെന്ന് എടുത്ത് ഇത് ക്ലിയർ ചെയ്ത് അവിടെ ലഗേജ് ഇട്ടിട്ട് വേണം പോകാൻ. ഇതുവഴി മുന്നോട്ട് പോകണം. ആ നേരെ കാണുന്ന ആ 7 എഴുതിയിരിക്കുന്നതിൻ്റെ ബാക്കിലൊരു ഡോറുണ്ട്. അതുവഴി നേരെ മുന്നോട്ട് പോയി ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ബോർഡിങ്. അടുത്ത ബോർഡിങ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് ലൈൻ്റെ. ആസ് യൂഷ്വൽ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് ഇട്ടിട്ട് ഡൊമസ്റ്റിക്കിലോട്ട് പോകുന്നു. ആ ഒരു ഭാഗത്ത് ലഗേജ് ഇട്ടു. ഈ ഡിപ്പാർച്ചറിൽ നിന്ന് കാണുന്ന എസ്കലേറ്ററിലോട്ട് കയറുക. എന്നിട്ട് നമ്മൾ നേരെ ഡൊമസ്റ്റിക്കിലോട്ട് പോകുന്നു. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കാൻ കൊച്ചിക്ക്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡൊമസ്റ്റിക്കിൻ്റെ ഭാഗത്തോട്ട് വന്നു. അങ്ങനെ ഡൊമസ്റ്റിക്കിൻ്റെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ദേ വരുന്നു നമ്മൾ ഓൾ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലോട്ട് പോവുകയാണ്. ഐ ലവ് മുംബൈ. നല്ല രസത്തിലാണ്, ഫോട്ടോജനിക് സ്റ്റൈലിലാണത് പണിത് വെച്ചിരിക്കുന്നത്. ആ ഡിസൈൻ. അതിപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് ഫോട്ടോ എടുക്കും. നമ്മൾ ലാസ്റ്റ് ടൈം കൊച്ചിയിൽ വന്നത് 3 മാസം മുമ്പ് മെയിൽ വന്നിരുന്നു. അപ്പോൾ മുംബൈ വഴിയാണെന്ന് തോന്നുന്നു വന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ട ഒരു ഫീലിംഗാണ്. ഇവിടെ അദാനിയുടെ ഒരു ലോഞ്ചുണ്ട്. ഞാൻ അതിൽ പോയി 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ തിരികെ. അതിപ്പം ഡൽഹിയിലാണോ ഇവിടാണോ ആകെ കൺഫ്യൂഷനാണ്. കാര്യം ഇങ്ങനെ നമ്മൾ ഈ ഫ്രീക്വൻറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വിഷയമാണ്. എന്താണ് ടേസ്റ്റിംഗ് റൂം എപ്രോൾ. എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് തോന്നുന്നു. ഇനി ഒരു 1.5 മണിക്കൂറുടെ ഉള്ളൂ അടുത്ത ഫ്ലൈറ്റിന്. അപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓൺ ദ വേയിൽ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ചെറിയൊരു കിയോസ്ക് കണ്ടു. പ്യൂർ വെജ്. ഇതാ ഇവിടെ കയറി അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓർഡർ ചെയ്ത ഒരു ബേൽപുരിയും ഒരു വടാപ്പാവ് പോലത്തെ ഒരു സംഭവം. മിസൽ പാവാണ്. ഒരു കോഫിയും ഒരു ടീയും. അങ്ങനെ അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നടക്കുവാണ്. 45 43 C അങ്ങനെന്തോ C1 അങ്ങനെന്തോ സംഭവത്തിലാണ് നമ്മളുടെ ഗേറ്റ്. അപ്പോൾ അങ്ങോട്ട് പോവാം. മുംബൈ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ അദാനി ലോഞ്ചിലാണ് നമ്മൾ നേരത്തെ വന്നിരുന്നത്. ഈ ലോഞ്ചിൽ ഇവിടെ വേണേൽ കയറായിരുന്നു, പക്ഷെ സമയം കുറവുകൊണ്ട് നമ്മൾ കയറിയില്ല. അങ്ങനെ ലിഫ്റ്റ് കയറി നമ്മൾ താഴോട്ട് പോവാം. നമ്മുടെ 45 C1. ഇവിടെയുണ്ട് കോസ്റ്റ കോഫി അങ്ങനെയുള്ള സംഭവങ്ങൾ, ഫുഡ്, KFC എല്ലാം ഉണ്ട് ഇവിടെ. ഈ സൈഡിലൊക്കെ അവർ ഡെക്കോർ ചെയ്ത് വെച്ചിരുന്നതാണ്. നല്ല രസമാണ്. എന്താ രസം. ചെട്ടിനാട്
എടുത്തിട്ട് വന്നിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ. എയർപോർട്ടിനകത്താന്ന് പറയില്ല. നമ്മുടെ ഗേറ്റിന് മുന്നിലെത്തി. നമ്മൾ ബസ്സിൽ കയറി പോകണം. നേരെ ബസ്സിലോട്ട് കയറുവാണ്. ഫ്ലൈറ്റിനുള്ളിൽ കയറി ഇനി നമ്മൾ നേരെ കൊച്ചിയിലോട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റ് അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ടാറ്റയുടെ ക്ലിയർ അല്ല. ടാറ്റ. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഫുള്ളാന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. പഴയ ഫ്ലൈറ്റാണ്. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ആകുമ്പോഴാണ് നമ്മുടെ മുൻവശത്ത് കാണുന്നതൊക്കെ ആ ധാരാവി പോലത്തെ ചെറിയ ചെറിയ കുടിലുകളാണ് എയർപോർട്ടിനടുത്തുള്ളത്. ഇതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചെന്നുള്ളതാണ് സത്യം പറഞ്ഞത്, അല്ലേ? അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറത്തെ ഫ്ലൈ കഴിഞ്ഞ് നമ്മളിത് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മൾ കാണുന്നത്. ലാൻഡിങ് അത്ര സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നില്ല. ഇതും ലാൻഡ് ചെയ്തു കൊച്ചിയിൽ. ഇങ്ങനെ കൊച്ചി ലാൻഡഡായി. സെയിം ടൈമിൽ ഡൽഹിയിൽ നിന്ന് ചക്കുവും ലാൻഡഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഇനിയിപ്പം ലഗേജ് എടുക്കാൻ വേണ്ടി പോകാം. ഇവിടെ സമയം 7 മണിയായി കാണും. നമ്മൾ തിരിച്ചു വരുമ്പം ഫ്ലൈറ്റ് കയറാനിരിക്കുന്ന സ്ഥലമാണ് ഇത്. എന്തോ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു വഴി തിരിച്ചു വിട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സാധാരണ നമ്മൾ ഇവിടെ അല്ല ഇറങ്ങുന്നത്. മനസ്സിലാകുന്നില്ല ഇതെന്താ ഇങ്ങനെ ഒരു വഴിയെന്ന്. ഇത് ഡൊമസ്റ്റിക് അറൈവലാണ്. ടെർമിനൽ 1 ആണിത്. ചക്കുവും ഡൽഹിയിൽ നിന്ന് വരുന്നത് ഇതേ പ്ലേസിൽ തന്നെ. അവൻ ഓൾറെഡി ലാൻഡഡാ. ചിലപ്പോൾ ഇവിടെ കാണാം. ഇത് ചക്കു വരുന്ന ഫ്ലൈറ്റിൻ്റെ, ഡൽഹി ഫ്ലൈറ്റിൻ്റെ ബെൽറ്റും ഇത് ഞങ്ങളുടെ ബോംബെ ഫ്ലൈറ്റിൻ്റെ ബെൽറ്റുമാണ്. ഞങ്ങൾ ഒരേ സമയത്ത് ലാൻഡായി ഇവിടെ. അവനെ നോക്കി നിൽക്കുക. ഉണ്ട് എയർ ഇന്ത്യ ഡൽഹി. ലാൻഡായി വരുന്നുണ്ട്. ഇതിനിടയിലുണ്ടാകും ലാൻഡ്. ഇതാ വരുന്നു. എത്തി. ചക്കുവിൻ്റെ ലഗേജ് എത്തി. ഇതാ ഇവിടെ ഈ ട്രോളി ചക്കുവിൻ്റെ, ഇത് ഞങ്ങളുടെ ലഗേജെല്ലാം എത്തി. ഇനിയിപ്പോൾ നമ്മൾ വെളിയിലോട്ട് പോവുക. 2 ഫ്ലൈറ്റ് ഒരേ സമയത്ത് ലാൻഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. ഡൊമസ്റ്റിക്കിലായതുകൊണ്ട് നമുക്കിനി ഇമിഗ്രേഷനോ അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ അങ്ങ് ഇറങ്ങി പോയാൽ മതിയല്ലോ. അങ്ങനൊരു ഗുണമുണ്ട്. കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, വണ്ടിക്കൊക്കെ കൊടുക്കാൻ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. എറണാകുളത്ത് വന്നു. ഈ മനു എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹം എന്താ ഇഡലി ഉണ്ടാക്കുമായിരുന്നു. 30-35 ഇഡലി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങുക. ഇന്നലെ രാത്രി കൊച്ചി ലാൻഡായി. ഇന്ന് നമുക്ക് അമൃതയിൽ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. അപ്പം ആ ചെക്കപ്പിന് വേണ്ടിയാണ് ഇന്നിവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു സ്റ്റാൻലി റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ റൂം എടുത്തത്. ഏതാണ്ട് ഒരു 150 മീറ്റർ ദൂരെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ബൈ വോക്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ.
നമ്മളിപ്പോൾ അവിടെയായിരുന്നു അമൃതയിൽ പോകേണ്ടതുകൊണ്ട് റൂം ബുക്ക് ചെയ്തിരുന്നത്. ഈ കാണുന്നതാണ് ആ ഒരു റെസിഡൻസി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പാർട്ട്മെൻറ്റ്സാണ്. അമൃതയിലൊക്കെ ചെക്കപ്പിനൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. ഇനിയിപ്പോൾ നമ്മൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.